അധികാരദാഹത്തിൻ്റെ ആർത്തലയ്ക്കലിൽ ആളിക്കത്തിയ ഡൽഹിയിലെ ചൂല് വിപ്ലവം ഇപ്പോൾ ചൂലഴിഞ്ഞു പോകുന്ന കാഴ്ച കണ്ട് ഇങ്ങനെ മരവിച്ച് നിൽക്കുകയാണ് രാജ്യം. 2012-13 കേന്ദ്രത്തിൽ അധികാരമുണ്ടായിരുന്ന UPA സർക്കാരിനെതിരെ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കെട്ടഴിച്ചു വിടുന്ന തരത്തിൽ വളരെ നിഷ്കളങ്കരായ സിവിൽ സൊസൈറ്റി ഫോറത്തിലെ ബഹുമാന്യതയും അതിൻ്റെ പിന്തുണയും ഒക്കെ ആർജിച്ചുകൊണ്ട് അന്നേ CIA പോലെയുള്ള ഏജൻസികൾ എഴുതിയ തിരക്കഥയിൽ അതിൻ്റെ മുന്നണി പടയാളികളായി പിന്നിൽ നിന്ന സംഘപരിവാർ പശ്ചാത്തല സംഗീതത്തിൽ അണ്ണാ ഹസാരെയും പ്രശാന്ത് ഭൂഷണും പിന്നെ ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളും എല്ലാവരും കൂടി ചേർന്ന് നടത്തിയ ഒരു പോരാട്ടമാണ് ഈ രാജ്യം ഇന്ന് സഞ്ചരിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് വഴിതിരിച്ചു വിട്ടത് എന്നുള്ളത് സത്യമാണ്. അതാരും നിഷേധിക്കുമെന്ന് തോന്നില്ല. അതിന് കുടപിടിച്ചു കൊടുത്തവരാണ് കോൺഗ്രസ് വിരുദ്ധ ചേരിയിലുണ്ടായിരുന്ന ഇന്ന് ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങളായ ഒരുപാട് ആളുകൾ. ആ ഒരുപാട് ആളുകൾ ചേർന്ന് കെട്ടിപ്പടുത്ത ഡൽഹിയിലെ സുൽത്താനായും രാജ്യത്തിൻ്റെ മണവാളനായും ഒക്കെയൊക്കെ വരാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ച സാധാരണക്കാരുടെ പട്ടിണിപ്പാവങ്ങളുടെ പാർട്ടിയായ ആം ആദ്മി പാർട്ടി കൊണ്ട് അഴിമതിയും അതുപോലെ തന്നെ സ്വാർത്ഥ താൽപ്പര്യങ്ങളും കുടുംബ താൽപ്പര്യങ്ങളും അധികാര താൽപ്പര്യങ്ങളും തൂത്തെറിയാൻ വേണ്ടി ഉണ്ടാക്കിയ അതേ ചൂലിൻ്റെ കെട്ടഴിഞ്ഞ് ഈർക്കിൽ കഷ്ണങ്ങളായി വരിവരിയായി മറുചേരിയിലേക്ക് പോകുന്ന കാഴ്ച സമാനതകളില്ലാത്ത പിളർപ്പിന് കൊഴിഞ്ഞുപോക്കിന് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണ്. 7 പേരോ മറ്റോ ആണ് രാജ്യസഭയിൽ നിന്ന് ഒരുപോലെ BJPയിലേക്ക് പോയത്. 7 പേർ. എന്തായാലും KC വേണുഗോപാലിന് തെറിയില്ല, രാഹുൽ ഗാന്ധിക്ക് ആക്ഷേപമില്ല, കോൺഗ്രസ് നേതാക്കളെ ആക്ഷേപിച്ച് ആരും പോസ്റ്റ് ഇടുന്നില്ല. 7ഓളം പേർ വരിവരിയായി പോയതിൽ എയർപോർട്ടിലെ ചായയുടെ വില സംസാരിച്ച രാഘവ് ചദ്ദയെപ്പോലെ പുതിയ ജനറേഷനിലെ കണ്ടെത്തലുകളായി കൊണ്ടുവന്ന സ്വന്തം മകനെപ്പോലെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചു കൊണ്ട് നടന്ന രാഘവ് ചദ്ദ അടക്കം വലിയ കോടീശ്വരനും എല്ലാമെല്ലാമായ രാഘവ് ചദ്ദ പോയതിന് ശേഷം ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭയിലെ ഡെപ്യൂട്ടി ലീഡറായി നിയോഗിച്ച അശോക് മിത്തൽ, 9 ദിവസങ്ങൾക്ക് മുമ്പ് ED സ്ഥാപനങ്ങളിൽ റെയ്ഡ് ചെയ്ത അശോക് മിത്തൽ അടക്കമുള്ളവർ വരിവരിയായി ഇങ്ങനെ BJP പാളയത്തിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ആദർശവും പ്രത്യാശാസ്ത്രവും വിശ്വാസങ്ങൾക്കുമപ്പുറം ഒരു രാജ്യത്തിൻ്റെ ആത്മാവിനെ ചതിച്ച് പിടിച്ചു വാങ്ങിയ അധികാരം അതുപോലെ ചതിക്കപ്പെട്ട നിലയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഒരു സ്ഥിതിവിശേഷം. പഞ്ചാബിലെ പുതിയ കാലത്തിൻ്റെ വൈബ്രൻ്റ് നേതൃത്വം എന്ന പേരിൽ കൊണ്ടുവന്ന രാഘവ് ചദ്ദയെ വളർത്തുമകനെപ്പോലെ ചേർത്ത് പിടിച്ച് എല്ലാം നൽകി എല്ലാ ചർച്ചയിലും ഒപ്പം നിർത്തി കൂടെ നിർത്തി വളർത്തി വലുതാക്കിയതാണ്. എന്നാൽ തന്ത്രപൂർവം രാജ്യസഭയിൽ ടെലഫോൺ ബില്ലും അതുപോലെ തന്നെ ചായയുടെയും കടിയുടെയും വിലയുമൊക്കെ ഉന്നയിച്ച് പല വേലകളും അഭ്യാസങ്ങളും കാണിച്ചപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഓർത്തത് അന്ന് 2013-12 ഒക്കെ വിജയിച്ചതുപോലെ ഈ കളിയിലും വിജയിച്ച് കളയും എന്ന് വിചാരിച്ചാണ് അദ്ദേഹത്തിന് ഈ പദവിയിൽ നിന്ന് മാറ്റിയത്. കൂറുമാറുന്നതിൻ്റെ തലേ ദിവസവും രാത്രി 12 മണി വരെ ചർച്ച ചെയ്തവൻ്റെ പേരാണ് അശോക് മിത്തൽ. പിന്നെ ബാക്കി പോയിരിക്കുന്ന 4 പേരും. ഇനി ബാക്കിയാവുന്നത് മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗും പിന്നെ കെജ്രിവാളുമേ ഉള്ളൂ. ബാക്കി ഓരോരുത്തരായി പ്രശാന്ത് ഭൂഷൺ, പിന്നെ യോഗേന്ദ്ര യാദവ് അടക്കമുള്ളവരെല്ലാം ഓരോരുത്തരായി മടങ്ങി. മറ്റേ പെയ്ഡ് ചരക്കുണ്ടല്ലോ, അണ്ണാ ഹസാരെ എന്ന പെയ്ഡ് സാധനത്തെ പിന്നെ രാജ്യം കണ്ടിട്ടേയില്ല. ഏതോ ഒരു മാളത്തിൽ നിന്ന് ആസൂത്രിതമായി ഇറക്കിക്കൊണ്ടുവന്ന് കൈയടിച്ച് കാരാട്ട് സഖാവും യെച്ചൂരി സഖാവും ബൃന്ദാക്കാരാട്ടുമാടവും ഒക്കെ ഉണ്ടായിരുന്നു ആ കയ്യടിക്ക്. ആ കയ്യടി കഴിഞ്ഞ് കടന്നുപോയി. LDFിലെ മുതിർന്ന നേതാക്കളെല്ലാം ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ എത്ര പക്വമായിട്ടാണ് പ്രതികരിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ KC വേണുഗോപാലിനെ തെറി വിളിച്ചില്ല, അതുപോലെ രാഹുൽ ഗാന്ധിയെ തെറി വിളിച്ചില്ല, അയാൾ എന്തിനാണ് ഇതും കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞില്ല. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ RSS BJP എന്നൊക്കെ പറയുന്ന കാർഡുകളൊന്നും ഇറങ്ങിയതേയില്ല. ഇനിയിപ്പോൾ കേൾക്കുന്നത് പഞ്ചാബിൽ 92 സീറ്റിൻ്റെ പിൻബലത്തിൽ ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയിൽ നിന്ന് 48 സീറ്റ് അടർത്തിയെടുത്ത് അവിടെ BJP ഭരണം രാഘവ് ചദ്ദ കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. ഈ രാജിവെച്ച് പോകാൻ പോകുന്നവരോട് കാല് പിടിച്ച് നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്രേ, അടുത്ത കൊല്ലം ടിക്കറ്റും തരാം, എൻ്റെ കൂടെ നിൽക്കുന്നു. അവർക്ക് ടിക്കറ്റും വേണ്ട, ഒരു പുല്ലും വേണ്ട, പൂക്കാണ്ടിയും വേണ്ട, അവർ പോയി. മതേതരത്വത്തെയും
സാമൂഹ്യ മൂല്യത്തെയും ധർമ്മത്തെയും സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആൾ പിന്നെ ഡൽഹിയിൽ കണ്ടത് ഹനുമാൻ ചാലീസ ചെല്ലുന്നതും ഡൽഹി കലാപം നടക്കുമ്പോൾ ട്രംപിൻ്റെ വിസിറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് അമിത്ഷയുടെ വീട്ടിൽ രാത്രിയിൽ പോകുന്ന കെജ്രിവാളിനെയാണ്. സ്വന്തം പാളയത്തിലുള്ള കൗൺസിലർമാരെ മുസ്ലിം പേര് നോക്കി അറസ്റ്റ് ചെയ്തപ്പോഴും അരവിന്ദ് കെജ്രിവാൾ മിണ്ടിയതേയില്ല. എന്നാൽ അതേ അരവിന്ദ് കെജ്രിവാൾ പിന്നീട് ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയപ്പോൾ ക്യാമറകൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. അങ്ങ് ഗുജറാത്തിലും പിന്നെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഇത് പിടിച്ചെടുക്കാൻ വേണ്ടി ഓടിയ ഓട്ടത്തിനിടയിൽ അദ്ദേഹത്തിന് ആകെ ഈ രാജ്യത്തിന് ചെയ്യാൻ കഴിഞ്ഞ സംഭാവന എന്ന് പറയുന്നത് കുറേ പേരെ റിക്രൂട്ട് ചെയ്ത് BJPക്ക് കൊടുക്കാൻ കഴിഞ്ഞു, കോൺഗ്രസ്സിനെ തകർക്കാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ്. പല ആൾട്ടർനേറ്റീവ്സുകളും രൂപപ്പെടുമ്പോൾ അവർ വലിയ കരുത്തരാണ്, മിടുക്കരാണ്, അവരെ വെച്ചിട്ടാരുമില്ല, അവർ പോരാളികളാണ് എന്നൊക്കെ പറയുമ്പോൾ അത്തരം ഫോർമേഷൻസ് വെറും സ്ഥാപിത താല്പര്യങ്ങളുടെ കൂടാരം മാത്രമാണെന്നും അതിലേക്കെത്തുന്നവർ വഴിപോക്കരെ പോലെ വന്ന് കടന്നു പോകുന്നവരാണെന്നും പ്രത്യയശാസ്ത്രപരമായി നിലനിൽക്കുന്ന പ്രതിരോധങ്ങൾ മാത്രമാണ് അവസാനമുണ്ടാവുക എന്നും ഈ ആം ആദ്മി പാഠം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായോ എങ്ങനെ ഉണ്ടാക്കിയോ ആ ഉണ്ടാക്കിയതുപോലെ തന്നെ അത് അലിഞ്ഞലിഞ്ഞില്ലാതാവുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.